ചാണ്ടി ഉമ്മൻ എങ്ങനെ ഓർക്കുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ്? ഡോക്ടർ മൻമോഹൻ സിംഗുമായി എനിക്ക് 20 വർഷം മുമ്പത്തെ പരിചയമുണ്ട്. അതായത് 2004 ആദ്യമായി പ്രധാനമന്ത്രി എന്ന രൂപത്തിൽ കേരളത്തിൽ വന്നപ്പോൾ എൻ്റെ പിതാവ് മുഖ്യമന്ത്രിയായിരുന്നു. സുനാമിയുടെ സാഹചര്യത്തിൽ കേരളം വിറങ്ങളിച്ച് നിൽക്കുമായിരുന്നു. അന്ന് വന്നപ്പോൾ അദ്ദേഹത്തെ സ്വീകരിക്കുവാനും അദ്ദേഹത്തെ സംസാരിക്കുവാനും അവസരമുണ്ടായി. അതിനുശേഷം പലതവണ കാണുവാനും സംസാരിക്കുവാനുള്ള അവസരമുണ്ടായി. ഏറ്റവും അവസാനം ഞാൻ അദ്ദേഹത്തെ കണ്ടത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെച്ചാണ്. അന്ന് എൻ്റെ പിതാവുമായിട്ട് ഞാൻ അദ്ദേഹത്തെ കാണാൻ ചെല്ലുമ്പോൾ എനിക്ക് സെക്യൂരിറ്റിയുടെ പ്രശ്നം കാരണം ഞാൻ പുറകെയാണ് പോയത്. വണ്ടിയിൽ നിന്ന് ഇറങ്ങി പുറകെ സെക്യൂരിറ്റി ചെക്ക് വഴിയാണ് കയറിയത്. അദ്ദേഹം കാറിൽ പോയി. അപ്പം ഞാനവിടെ ചെല്ലുമ്പോൾ ഇവർ രണ്ടുപേരും ചർച്ചയിലാണ്. എന്നെ സത്യം പറഞ്ഞ അക്ഷരാർത്ഥം ഞെട്ടിച്ചുകൊണ്ട് ഞാൻ അങ്ങോട്ട് ചെന്നപ്പോൾ അദ്ദേഹം എഴുന്നേറ്റ് നിന്ന് എന്നെ സ്വീകരിച്ചു. ഞാൻ പറയുന്നത് ഇന്ത്യയുടെ ഒരു പ്രധാനമന്ത്രി ഒരു സാധാരണക്കാരനെ എങ്ങനെയാണ് സ്വീകരിക്കുന്നതെന്ന് അദ്ദേഹം അന്ന് കാണിച്ചു തന്നെയാണ്. അങ്ങനെയാണ് ഓരോരുത്തരെയും കരുതിയത്. നമ്മൾ ഓരോരുത്തരെയും അങ്ങനെയാണ് കരുതിയത്. അതുകൊണ്ടാണ് ഈ രാജ്യത്തിന് വേണ്ടി ഒരു എന്താ പറയുക ജീവിതം മുഴുവൻ അദ്ദേഹം മാറ്റിവെച്ചത്. ധനകാര്യമന്ത്രിയായിട്ട് ഇന്ത്യ വലിയ സാമ്പത്തിക കെണിയിലായിരുന്നു. അന്ന് രാജ്യം അപകടത്തിൻ്റെ വക്കിലായിരുന്നു. അന്ന് അദ്ദേഹം നടപ്പാക്കിയ നയങ്ങൾ രാജ്യത്തെ സംരക്ഷിച്ചു. പിന്നെ പ്രധാനമന്ത്രിയായപ്പോൾ ഇവിടുത്തെ പാവപ്പെട്ടവർക്ക് വേണ്ടി തൊഴിലുറപ്പ് പദ്ധതി, റൈറ്റ് ടു ഇൻഫർമേഷൻ, റൈറ്റ് ടു ഫുഡ്, വനാവകാശ നിയമങ്ങൾ, എത്ര നിയമം വേണമെങ്കിൽ നമുക്ക് എടുത്തു നോക്കാം. ഇവിടുത്തെ സാധാരണക്കാരൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കുവാൻ വേണ്ടി അദ്ദേഹം ചെയ്ത പ്രവർത്തനം ഇന്ത്യ മറക്കത്തില്ല, ഇവിടുത്തെ പാവപ്പെട്ടവർ മറക്കത്തില്ല. പതിറ്റാണ്ടുകൾ മാത്രമല്ല, വരുന്ന നൂറ്റാണ്ടുകളിലും അദ്ദേഹത്തിൻ്റെ പോളിസീസ് ഭാരതത്തിൻ്റെ ഗതിയെ നിർണ്ണയിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അദ്ദേഹം 117 പത്രസമ്മേളനമാണ് നടത്തിയിട്ടുള്ളത്. 117 പത്രസമ്മേളനവും എല്ലാവരുടെയും ചോദ്യവും സ്വീകരിച്ചിട്ടാണ് അദ്ദേഹം നിർത്തിയിട്ടുള്ളത്. അങ്ങനെയുള്ള ഒരു പ്രധാനമന്ത്രി ഈ രാജ്യത്തിന് നഷ്ടമായിരിക്കുന്നു. ആ നഷ്ടം നികത്താനാവാത്ത നഷ്ടമാണ്. അദ്ദേഹം പറഞ്ഞിരുന്നു, ഇന്ന് മാധ്യമങ്ങൾ എന്നോട് നീതി കാണിക്കുന്നെങ്കിലും ചരിത്രം എന്നോട് നീതി കാണിക്കും. ചരിത്രം ഇന്ന് നീതി കാണിച്ചിരിക്കുന്നു. ജനങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു ആരാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് എന്ന്, അദ്ദേഹത്തിൻ്റെ സംഭാവന എന്താണെന്ന്. ലോകത്തിന് മുന്നിൽ ഇന്ത്യയുടെ യശസ് ഉയർത്തിയ ധീരനായ പ്രധാനമന്ത്രി. അധികം സംസാരിക്കണമെന്നില്ല ധീരത കാണിക്കാൻ, പക്ഷേ തൻ്റെ പ്രവൃത്തി കൊണ്ട് ധീരത കാണിച്ച ഇന്ത്യയുടെ പ്രധാനമന്ത്രി ചരിത്രത്തിൽ സുവർണ്ണ ലിപികളിൽ അദ്ദേഹത്തെ ഓർക്കും എന്നുള്ളത് സംശയം.